الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. നാം അല്ലാഹുവിൻ്റെ അടിയാറുകളാണ്. നമ്മളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ല സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ശരിക്കും ഒരു വലിയ പരീക്ഷയിലാണ്. ഇഹലോകത്തെ പരീക്ഷയിൽ വിജയം കൈവരിച്ച് പരലോകത്ത് നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഒരു നിശ്ചിത സമയമാണ് തന്നിട്ടുള്ളത്. ആ സമയമെത്തിയാൽ പരീക്ഷ അവസാനിച്ചു, പിന്നെ റിസൾട്ടേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കുറേ പരീക്ഷകൾ കണ്ടിട്ടുള്ളവരാണ്. സ്കൂളുകളിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷകൾ എഴുതാറുണ്ട്. ആ പരീക്ഷയും അല്ലാഹുവിൻ്റെ ഈ പരീക്ഷയും തമ്മിലുള്ള പ്രകടമായൊരു വ്യത്യാസം, ഈ പരീക്ഷയ്ക്ക് ഒരവസരമേ ഉള്ളൂ എന്നതാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി തോറ്റൊരു കുട്ടിക്ക് പിന്നെ എഴുതാൻ അവസരമുണ്ട്. ഏത് പരീക്ഷ എഴുതി തോറ്റ ആൾക്കും പിന്നീട് ചിലപ്പോൾ അവസരങ്ങളുണ്ടാവും. പക്ഷേ ഈ അല്ലാഹുവിൻ്റെ ഈ പരീക്ഷയിൽ തോറ്റാൽ, ഈ പരീക്ഷയിൽ ഒരാൾക്ക് വിജയിക്കാനായിട്ടില്ലെങ്കിൽ പിന്നെ മറ്റൊരു അവസരം തീരെ ഇല്ല എന്ന് വളരെ വ്യക്തമായി അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരം തന്നെ ശരിക്കും ഉപയോഗിക്കണം. ഒരാൾ ഈ ഇഹലോകത്തെ പരീക്ഷയിൽ തോറ്റിട്ട് പരലോകത്തെത്തിയാൽ തോറ്റിട്ട് എന്നാൽ ശരിക്കും പരീക്ഷ എഴുതി വരാം എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്ന വിഷയമില്ല. അതുകൊണ്ട് ഈ കിട്ടിയ അവസരം ശരിക്കും ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ഈ അവസരം നഷ്ടപ്പെടുത്തിയ ആളുകളുടെ
എണ്ണിപ്പറക്കലുകളും വിരലുകടിക്കലുകളും അവരുടെ അസ്വസ്ഥതകളും ഖുർആനിലുടനീളം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് പിന്നെ ഒരു രക്ഷയില്ല. അവിടെ ചെന്ന് നിലവിളിയാണ്, കൂട്ട നിലവിളികൾ. ഒരവസരത്തിന് വേണ്ടി കെഞ്ചി നോക്കും മനുഷ്യർ. പക്ഷെ അല്ലാഹു തആല ഒരു അവസരവും കൊടുക്കുകയില്ല എന്ന് വളരെ ഗണ്യതമായി ആവർത്തിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആനിന് ഒരു താക്കീതാണ്. ഖുർആൻ നദീറാണ്, ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിക്കുന്ന മനുഷ്യരെ ജീവിതം പഠിപ്പിക്കാനാണ്, താക്കീത് നൽകാനാണ്. അപ്പോൾ ആ ഖുർആനിൻ്റെ മുഖ്യമായ താക്കീത് സൂക്ഷിച്ചോ. അള്ളാഹിനെ അംഗീകരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നൊരവസരമില്ല എന്ന താക്കീതാണ്. വഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു തആല നമ്മളെ ഭൂമിയിലേക്ക് വിടുമ്പോൾ തന്നെ പറഞ്ഞ കാര്യം, എൻ്റെ പക്കൽ നിന്നുള്ള സന്ദേശം നിങ്ങൾക്ക് കിട്ടിയാൽ അതിനാര് പിൻപറ്റിയോ അവർക്ക് പിന്നെ ഖേദിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അവർക്ക് ഭയപ്പെടേണ്ടതും ഖേദിക്കേണ്ടതും വരില്ല. അതേസമയം വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. എൻ്റെ ഈ ആയാത്തുകളെ നിഷേധിക്കുകയും അതിനെ വ്യാജമാക്കുകയും ചെയ്തവരാരോ അവർ നരകവാസികളാണ്, അവരവിടെ ശാശ്വതരാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കേണ്ട സമയത്ത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊള്ളുകയും ചെയ്ത് ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിനെ അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന ഭൗതിക നേട്ടങ്ങളുണ്ട്. ചിലതൊക്കെ ഭൗതിക നേട്ടം അതിൻ്റെ മുഖ്യ ലക്ഷ്യമല്ല. പക്ഷേ ഇസ്ലാമിനെ അംഗീകരിച്ചാൽ മനസ്സമാധാനം, ശാന്തി, വിജയം എല്ലാം ലഭിക്കും. പക്ഷെ ചില ആളുകൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇസ്ലാമിനെ തൽക്കാലത്തേക്ക് കൈയൊഴിക്കും. അവർക്ക് ദുനിയാവിൽ തന്നെ പ്രശ്നങ്ങൾ വരും. അപ്പം ഇസ്ലാമിക സമൂഹം വിജയിക്കുമ്പോൾ ഇവർ കിടന്ന് ബേജാറടിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഉത്ബത്ത്, ഷൈബത്ത്, അബൂജഹൽ, അബൂലഹബ് ഒക്കെ ഭയങ്കര പ്രമാണിമാരെ കൂട്ടായിരുന്നു. ഇവന് അതേപോലെ വലിയ വലിയ പ്രമാണിമാരും സമ്പന്നരും അറബികളിലെ വലിയ ആളുകളൊക്കെ ആയ ആളുകളാണ്. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുമെന്ന നിലയ്ക്ക് ഇസ്ലാമിനെ അംഗീകരിച്ചില്ല. അവർ പലരും ബദറിൽ ചത്തൊടുങ്ങി. അബൂലഹബ് ചീഞ്ഞു നാറി പുഴുത്ത് ദുർഗന്ധം വമിച്ച് ചത്തൊടുങ്ങി. അവരുടെ ഒരു മനുഷ്യനെ പോലെ അവർക്ക് അനുയായിയായിട്ട് കിട്ടിയില്ല. അതേസമയം അവർ വളരെ നീചനായും നികൃഷ്ടനായും നിസ്സാരനായും കണ്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് മനുഷ്യർ റളിയല്ലാഹു അൻഹു എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവരാണ്. ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള ഒട്ടേറെ സഹാബാക്കൾ പിന്നീട് ഗവർണർമാരും ഭരണാധികാരികളും ഉന്നതരുമായി മാറി. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി. അവരെ അള്ളാഹു ദുനിയാവിൽ തന്നെ വലിയ ആളുകളാക്കി മാറ്റി. യുദ്ധത്തിന് പോകുമ്പോൾ വിളിച്ചപ്പോൾ വരാത്ത ആളുകൾ യുദ്ധം നേട്ടം വേണ്ടി മുസ്ലിങ്ങൾ വരുമ്പോൾ അപ്പം കിടന്ന് നിലവിളിക്കലായി. وَإِنْ أَصَابَكُمْ فَضْلٌ مِّنَ اللَّهِ لَيَقُولَنَّ كَأَن لَّمْ تَكُن بَيْنَكُمْ وَبَيْنَهُ مَوَدَّةٌ يَا لَيْتَنِي كُنتُ مَعَهُمْ فَأَفُوزَ فَوْزًا عَظِيمًا. മുസ്ലിമീങ്ങൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ പിന്നെ ഇവർ ബേജാറായി പോകാതിരുന്ന ആൾക്കാർ, അയ്യോ മുസ്ലിമീങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേട്ടം നേടിയെടുക്കാമായിരുന്നല്ലോ എന്ന് നിലവിളിക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഒരു കർഷകൻ്റെ കഥ പറയുന്നുണ്ട്. ആ കർഷകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരുപാട് നിഅമത്ത് കൊടുത്തു. വലിയ തോട്ടങ്ങൾ, തോട്ടത്തിനിടയിലൂടെ നദി, വെള്ളം, അങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി.
അങ്ങനെ അദ്ദേഹം അതിൽ കണ്ട് ആനന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവിടെ വന്നപ്പോൾ ഇതെൻ്റെ നേട്ടമാണെന്ന് അഹങ്കരിച്ചു. അതില്ലാത്ത സുഹൃത്തിനെ നിസ്സാരനാക്കി കണ്ടു. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ. അങ്ങനെ ആത്മദ്രോഹിയായി അയാൾ തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. അയാൾ പറഞ്ഞു, ഇതൊന്നും ഒരിക്കലും നശിക്കൂല, ഇതൊക്കെ എൻ്റെതാണ്, എൻ്റെ കഴിവാണ്. വമാ അളന്നു സാഅത ഖായിമത്തുൻ വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അന്ത്യനാൾ വരുമെന്നും ഞാൻ കരുതുന്നില്ല. അതിനാൽ എനിക്ക് എൻ്റെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ച് ചെല്ലേണ്ടി വന്നാൽ തന്നെ അവിടെ എനിക്ക് മെച്ചപ്പെട്ടത് കിട്ടും. പക്ഷേ വഖീത ബിസമരിഹി ഫാസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫക ഫീഹാ വഹിയ ഖാഫിയത്തുൻ അലാ ഉറൂസിഹാ വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ. അങ്ങനെ സ്വന്തം തോട്ടത്തിൽ ഗർവ് നടിച്ച മനുഷ്യൻ അവസാനം തൻ്റെ കായ്കനികൾ നാശത്തിനിരയായി. തോട്ടം പന്തലോടുകൂടി നിലം പൊത്തി. അത് കണ്ട് അയാൾ തന്നിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ കൈമലർത്തി. അയാളിങ്ങനെ വിലപിച്ചു, യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ. എൻ്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. നാശം വന്ന് ഭവിച്ചപ്പോൾ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ടോ അള്ളാഹിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞതാണ്, ദുനിയാവിൽ തന്നെ ഇത് കാണാൻ കഴിയും. ചിലപ്പോഴൊക്കെ നമ്മളെ കുട്ടികളെ നന്നായി വളർത്തിയില്ല, കുട്ടികളെ ഭൗതികമായി വളർത്തണമെന്ന് ആഗ്രഹിച്ചു. കുട്ടികൾ വഴിതെറ്റിയപ്പോൾ പടച്ചോനെ എന്ന് പറഞ്ഞ് നിലവിളിയായി. നമ്മൾ ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളെയും തിരസ്കരിക്കും, എന്നിട്ട് അള്ളാഹിനെ മറന്ന് ജീവിക്കും. അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ നമ്മൾ കിടന്ന് നിലവിളിക്കും. ഇത് പരലോകത്ത് എന്നുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. വിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞു മരണസമയത്ത് ഇത് കാണാം. മരണസമയത്ത് ആ മരണവേളയിൽ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്ക് വരുമ്പോഴാണ് ഇയാൾ തൻ്റെ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇനി മരിച്ചാൽ നരകമായിരിക്കും. മലക്കിനോട് പറഞ്ഞു നോക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ? ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ സദ്വൃത്തരിൽപ്പെട്ടോളാം. ഒരവസരം ഇപ്പം റൂഹിനെ പിടിക്കാതിരുന്നാൽ മതി, ഞാൻ എൻ്റെ മുതൽ മുഴുവൻ എടുത്ത് കൊടുത്തോളാം. അതുകൊണ്ടാണ് സദഖ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു അമല് ചെയ്യാൻ പറ്റിയതാണ് സദഖ എന്ന് പറയുന്നത്. കാരണം നിസ്കരിക്കണമെങ്കിൽ 5 മിനിറ്റ് കിട്ടിയാൽ നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ 5 മിനിറ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവസരം കൊടുത്താൽ കോടിക്കണക്കിന് വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സദഖ കൊടുക്കാം. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞ് ഇയാൾ സദഖ കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു നഫ്സിനെയും അതിൻ്റെ സമയമെത്തിയാൽ അല്ലാഹു തആല പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ വിചാരിക്കുന്നതാണ് ചില ആൾക്കാർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നുന്നതാണ്. അള്ളാഹ് മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ മരിക്കന്നേ ഉള്ളൂ. അപ്പം കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്ക് വരുമ്പോൾ കെഞ്ചി പറഞ്ഞിട്ട് കാര്യമില്ല. വേറൊരു ഭാഗത്ത് കാണാൻ കഴിയും, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊനി ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ വഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, അവരുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്ക് വരുമ്പോൾ ഇയാൾ പറയും, ഒന്ന് പിന്തിപ്പിക്കാമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, എന്നെ ഒന്ന് ഇപ്പം വിട്ടാൽ ഞാൻ സൽക്കർമ്മം ചെയ്തോളാം. അപ്പം മലക്ക് പറയും, കല്ലാ, ഇല്ല, ഇന്നഹാ കലിമത്തുൻ വഖായിലുഹാ, ഇതൊക്കെ ഒരു വെറും വർത്താനാണ്, ഇനി ചാൻസ് ഇല്ല. റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും. അള്ളാഹുടെ ഓർഡർ വന്നു കഴിഞ്ഞു. ഇനി ഇതിന് പിന്തിരിയുന്ന പ്രശ്നമില്ല. ഒരായുസ് മുഴുവൻ അള്ളാഹ് ജീവിക്കാൻ തന്നില്ലേ? മരിക്കണവരെ ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ലേ? അന്ന് സദഖ ചെയ്യാമായിരുന്നില്ലേ? അന്ന് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാമായിരുന്നില്ലേ? ഇല്ല. ഇന്നഹ കലിമത്തുൻ വഖായിലുഹാ, ഇതൊക്കെ വെറും വർത്താന എന്ന് പറഞ്ഞ് മലക്ക് റൂഹിനെ പിടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മരണസമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല.
ഇനി പരലോകത്തായിട്ട് ചെന്നാലോ? പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൂട്ട നിലവിളിയാണ്. ഈ മനുഷ്യൻ്റെ എല്ലാതും പോയിട്ട് ഒന്നാമത് ഇവൻ്റെ പ്രശ്നം അള്ളാനെ അംഗീകരിച്ച് ജീവിക്കുന്നതിന് പകരം ശൈത്താനാണ് ഇവൻ അംഗീകരിച്ച് ജീവിച്ചത്. ശൈത്താൻ പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടാവും. എന്ത് പരലോകം, അതൊന്നും വിഷയമല്ല, ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇതൊക്കെയാണ് പിശാച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക. ഇടയ്ക്കൊക്കെ നിസ്കരിച്ചാൽ മതി, വെറുതെ മുതലൊക്കെ കൂടി കൊടുത്ത് സദക്ക കൊടുത്തും സക്കാത്ത് കൊടുത്തും കുറക്കണ്ട, ഇപ്പം കിട്ടുന്ന ഈ സുഖം ആസ്വദിച്ചോ, ഇങ്ങനെ പലതും ശൈത്താൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ പരലോകത്തെത്തുമ്പോൾ ശൈത്താനെ കാണാനില്ല, തന്നെ പിന്തുണച്ച ശൈത്താനെ കാണാനില്ല. അവിടെയാണ് മനുഷ്യൻ പരലോകം ഒരു യാഥാർത്ഥ്യമായി പരലോകത്തെ മഹ്ശറയിൽ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി എന്ത് എന്നുള്ള നിലക്ക് ഖുർആൻ പറയാണ്, യൗമ യഹല്ലുല്ലാഹിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല. അന്ന് മനുഷ്യൻ വിരല് കടിക്കും, ദുഃഖത്താൽ വിഷമത്താൽ അയ്യടി ഒരു തനിക്ക് അബദ്ധം പറ്റിപ്പോയതിൻ്റെ പേരിൽ യൗമ യഹല്ലുല്ലാഹിമു അലാ യദൈഹി, മനുഷ്യരവൻ്റെ വിരല് കടിക്കും. എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല, റസൂലിൻ്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അള്ളാന്റെ റസൂലിൻ്റെ വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, എൻ്റെ നാശമേ, ഞാൻ ഈ ശൈത്താനെയാണല്ലോ ആത്മമിത്രമായി സ്വീകരിച്ചത്, ഈ ശൈത്താനെയാണല്ലോ എൻ്റെ ഖലീലായി ഞാൻ സ്വീകരിച്ചത്, നാശം. ആ ശൈത്താനെങ്കിലോ ലഖദ് അളല്ലനീ അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനീ വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ. ആ പിശാച് എന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് എന്നെ വഴികേടിലാക്കി. അവൻ്റെ സന്ദേശം എനിക്ക് വന്നു കിട്ടിയപ്പോൾ എന്നെ വഴികേടിലാക്കി പിശാചി. കാരണം പിശാചി മനുഷ്യനെ വഞ്ചിക്കുന്നവനാണ്, ശത്രുവാണ്. അപ്പോൾ പരലോകത്തെത്തുമ്പോൾ ശൈത്താന്മാരൊന്നും കാണാനില്ല, ഈ മോഹന വാഗ്ദാനം നൽകിയ ആളൊന്നുമില്ല. ഇനി ദുനിയാവിൽക്കൊട്ട് പോകാൻ അവസരവും ഇല്ല. അപ്പോൾ മനുഷ്യൻ നിന്ന് വിരല് കടിച്ചിട്ട് ഇങ്ങനെ വിലപിക്കും, ഓഹ് ആ റസൂലിൻ്റെ വഴി സ്വീകരിച്ചാൽ മതിയായിരുന്നു, എന്നെ പിഴപ്പിച്ച ശൈത്താൻ്റെ പാത പങ്കിടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫുർഖാനിൽ, സൂറത്ത് സുഹ്റുഫിൽ വളരെ വിശദമായി രസകരമായി പറയുന്നുണ്ട്. ഉറക്കം വരുന്നവരൊന്നും നേരക്കിരുന്നാൽ മതിയാവും, നേരക്ക് എന്നെ നോക്കി ശ്രദ്ധിച്ച് കുത്തുബാണ് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ. പരമകാരുണികന്റെ ഉത്ബോധനത്തോട് അന്ധത കാണിക്കുന്നുവെന്ന്, അന്ധത നടിക്കുന്നവന്, പരമകാരുണികന്റെ ഉത്ബോധനത്തോട് അന്ധത നടിക്കുന്നവന് ഒരു ചെകുത്താൻ അത് ഏർപ്പാടാക്കി കൊടുക്കും. ഇസ്ലാമിനോടൊരു വലിയ പരിഗണനയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ദീനി അടക്കൊരു നിസ്കാരം അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു പരീക്ഷയാണ്, നാളെ നരകൻ്റെ മുമ്പിൽ വരാണ്ട് ഈ വക ഒരു ചിന്തയില്ലാണ്ട് ജീവിക്കണ മനുഷ്യന്മാരുണ്ടല്ലോ. പടച്ചോൻ അവർക്ക് വേണ്ടി നുഖയ്യിദു ലഹു ശൈത്താനൻ, ഒരു പിശാചിനുണ്ട് അന്ന് ഒരുക്കി കൊടുക്കും. പോവുക ലഹു ഖരീൻ, അവൻ്റെ കൂട്ടുകാരനായി തീരും ആ ശൈത്താൻ. എന്നിട്ടോ ഇന്നഹും ലയസുദ്ദൂനഹും അൻസബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. ആ ശൈത്താന് അവരെ നേർവഴിയിൽ നിന്ന് ഇങ്ങനെ തടയും. ഓരോന്നും ഇസ്ലാമിൻ്റെ ഓരോ ശൈത്താന്, അതായത് ഇസ്ലാമിനോടൊരു വലിയ പരിഗണന ഇല്ലാത്താനും പിന്നെ കൂട്ടുകാരൻ ശൈത്താനാവും. എന്നിട്ട് ഈ ശൈത്താൻ എന്ത് ചെയ്യും? ജമാഅത്തിന് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ മൂപ്പര് തടയും, സൽക്കർമ്മം ചെയ്യാൻ വിചാരിച്ചാൽ തടയും, ഖുർആൻ ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ തടയും, ജുമാക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞാൽ തടയും. ഇങ്ങനെ ശൈത്താൻ ഇവൻ്റെ കൂട്ടുകൂടിയിട്ട് ഇവനെ ഓരോന്നിൽ നിന്നിങ്ങനെ തടഞ്ഞിട്ട് താൻ ചെയ്യുന്നതാണ് നേർവഴി എന്ന് അവനെ കൊണ്ട് ധരിപ്പിച്ചുകൊണ്ടിരിക്കും ശൈത്താൻ. എന്നിട്ടോ ഹത്താ ഇദാ ജാഅനാ ഖാല യാ ലൈത ബൈനീ വബൈനിക ബുദൽ മശ്രിഖൈനി ഫബിഅ്സൽ ഖരീൻ. അവസാനം സമയമെടുത്ത് അള്ളാൻ്റെ അടുത്തെത്തുമ്പോൾ അയാൾ തന്നോടുള്ള ചെകുത്താനോട് പറയും, എനിക്കും നിനക്കുമിടയിൽ ഉദയാസ്തമയ സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലമുണ്ടായിരുന്നെങ്കിൽ നീ എത്ര ചീത്ത കൂട്ടുകാരൻ, ഞാനും നീ തമ്മിൽ ഒരകലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പരലോകത്തെത്തുമ്പോൾ ഈ ശൈത്താന് കൈമലർത്തിയാൽ പിന്നെ എന്താ ചെയ്യുക? വലൻ യൻഫഅകുമുൽ യൗം ഇദ് ലലംതും
അന്നക്കും ഫിൽ അദാബി മുശ്രികൂൻ, നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കെ എല്ലാവരും ശിക്ഷയിൽ പങ്കാളികളാണെന്നുള്ളത് കൊണ്ട് ഇന്ന് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല. ശൈത്താൻ അംഗീകരിച്ചവർക്ക് അവിടെ വെച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല എന്നുള്ള പറയും. നമുക്ക് സൂറത്ത് ഖാഫിൽ അറിയാലോ, രണ്ടാളിങ്ങനെ കൊണ്ടുവരും, കുറേ ശൈത്താന്മാരും നമ്മളനുസരിച്ച് ശൈത്താനും അപ്പുറം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അള്ളാഹിനോട് പറയും, പടച്ചോനെ ഇത് ഞാൻ ചെയ്തതൊന്നുമല്ല, ഇയാൾ എന്നെ പ്രേരിപ്പിച്ച് ചെയ്യിച്ചതാണ്. ഉടനെ ഈ ശൈത്താനുണ്ടല്ലോ, ഈ മോഹന വാഗ്ദാനം നൽകി ദീനുൽ ഇസ്ലാമിൽ നിന്ന് നമ്മളെ തെറ്റിച്ച ശൈത്താൻ അള്ളാഹിനോട് പറയാണ്, ഖാല ഖരീനുഹു റബ്ബനാ മാ ത്വയ്തു വലാകിൻ കാന ഫീ ളലാലിൻ ബഗീദ്, ഞാൻ പഴിപ്പിച്ചതല്ല, ഇയാൾ സ്വയം പഴിച്ചതാണെന്ന് നമ്മളെ നോക്കി പറയും ശൈത്താൻ. അപ്പം നമ്മൾ പറയും, എന്താണ് ഈ പറഞ്ഞത്, നീയല്ലേ എന്നെ മനസ്സിൽ ദുർബോധനം ചെയ്തത്? അപ്പോഴോ അള്ള പറയും, കാലല തഖ്തസിമു ലദയ്യ, എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ തർക്കിക്കണ്ട, വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഗീ, രണ്ട് കൂട്ടർക്കുള്ള ഞാൻ ശരിക്ക് തരാം. ശൈത്താൻ ഒഴിഞ്ഞു പോകും. അപ്പം അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ശൈത്താനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേറൊരു നിലവിളി ഖുർആൻ പറയുന്നുണ്ട് പരലോകത്ത്, അത് കിതാബ് തരുന്ന നേരത്താണ്. ഒരു കിതാബുണ്ട്, ആ കിതാബിൽ നമ്മുടെ അമലുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അല്ലാഹ് അടിക്കടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഗ്രന്ഥത്തിലുണ്ടാകുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ അടിക്കടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിചാരേ ഇല്ലാണ്ട് ജീവിച്ച മനുഷ്യൻ, അപ്പോൾ CCTV ഉണ്ട് എന്ന് ബോധമില്ലാണ്ട് കക്കാൻ കയറിയവൻ്റെ അവസ്ഥ എന്തായിരിക്കും? മോൻ്റെ എല്ലാ കക്കണ കാര്യം ആ CCTVയിലുണ്ടാവും. അള്ളാടെ വലിയൊരു CCTVയുടെ മുമ്പിൽ ജീവിക്കണം, നമ്മൾ അങ്ങനെ ഒരു ക്യാമറ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഇല്ലാണ്ട് ജീവിച്ചു. പരലോകത്ത് ചെല്ലുമ്പോൾ കിതാബ് കാണുമ്പോഴാണ് കിടന്ന് നിലവിളി. അവിടെ ഉദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലത്തനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ആ ഗ്രന്ഥം സ്ഥാപിക്കപ്പെടുമ്പോൾ അന്തം വിട്ട് അന്താളിച്ച് പരിഭ്രമിച്ചിട്ട് ഞാൻ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഈ കിതാബിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിലവിളിയാണ്. എന്നിട്ട് അള്ളാഹ് കിതാബായിട്ട് തരുമ്പോഴോ അപ്പോൾ വീണ്ടും എണ്ണിപ്പെറുക്കലായി. എന്താ? വമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ. നിങ്ങൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചൊരു ഖുർആൻ വാക്കുണ്ടാവും, ലൈത്ത, അങ്ങനെ ആയെങ്കിൽ യാ ലൈതനീ ലം ഊത കിതാബിയ, എനിക്കിങ്ങനെ ഒരു കിതാബ് കിട്ടാതിരുന്നെങ്കിൽ, വലം അദ്രി മാ ഹിസാബിയ, ഞാൻ ഇങ്ങനെ ഒരു വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല. മാ അഗ്നാ അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനി, എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല, സ്ഥാനമാനം എനിക്ക് ഉപകരിച്ചില്ല. കിതാബ് കിട്ടുമ്പോൾ അവിടെ കിടന്ന് നിലവിളി. ആര് തിരിഞ്ഞു നോക്കാൻ? ഒരാളും പരിഗണിക്കില്ല, ഒരു രക്ഷയില്ല. പടച്ചതം പുരാൻ വീണ്ടും പരലോകത്തെ ചില രംഗങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു രംഗം അല്ലാഹു തആല സൂറത്ത് സജ്ദയിൽ വിശദീകരിക്കുകയാണ്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ. സൂറത്ത് സജ്ദയിൽ അല്ലാഹു പറയാണ്, വലൗ തറാ, നീ ഒന്ന് കാണേണ്ടത് തന്നെ, നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ആ കാണേണ്ട കാഴ്ച തന്നെ എന്നുള്ള ഭാഷാ ശരിയാണ്. വലൗ തറാ, നീ കണ്ടിരുന്നെങ്കിൽ, ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികൾ അവരുടെ റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കണം നിൽപ്പുണ്ടല്ലോ, റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കണം നിൽപ്പ് നീ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ തലകുനിച്ചിട്ട് റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ വസമിഅനാ, ഞങ്ങളെല്ലാം കണ്ടിരിക്കുന്നു, എല്ലാം കേട്ടിരിക്കുന്നു, എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഫർജഅനാ, ഒന്ന് മടക്കോ, നഅമൽ സാലിഹ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഇന്നാ മുഖിനൂൻ, ഞങ്ങൾക്കിപ്പോൾ നല്ല ദൃഢവിശ്വാസമായിരിക്കുന്നു. കുറ്റവാളികൾ ഇങ്ങനെ തലകുനിച്ചിട്ട് അള്ളാഹിനോട് കെഞ്ചിയാണ്, പടച്ചോനെ ഒന്ന് മടക്കിത്തരുമോ, ഞങ്ങളിനി സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട്, ഒന്ന് മടക്കിത്തരുമോ, പരലോകത്തുനിന്ന് ദുനിയാവിലേക്കൊന്ന് വിട്ടുതരുമോ എന്നിങ്ങനെ കുറ്റവാളികൾ അള്ളാഹിൻ്റെ മുമ്പിൽ തലകുനിച്ച് കെഞ്ചുന്ന രംഗം നീ ഒന്ന് കാണേണ്ടത് തന്നെയാണെന്ന് അല്ലാഹു തആല സൂറത്ത് സജ്ദയിൽ പറയാം. അതേപോലെ തന്നെ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്
വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. സൂറത്തുൽ നബയിലെ നാഅന്തർനാകും അദാബൻ ഖരീബ, അടുത്തുള്ള ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്, മനുഷ്യൻ അവൻ ചെയ്തു പോയ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരു ദിവസം ഉണ്ടല്ലോ. വയഖൂലുൽ കാഫിറു, സത്യനിഷേധികൾ പറഞ്ഞു പോകും, യാ ലൈതനീ കുന്തു തുറാബാ, ഞാൻ അങ്ങ് മണ്ണായി പോയിരുന്നെങ്കിൽ എന്ന് അവൻ പറഞ്ഞു പോകും. മണ്ണായി പോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു പോകും. വേറെ ഭാഗത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൗ തറാ ഇദ് ഉഖിഫു അലന്നാർ, നരകത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണമെന്ന് കാണണം. ഫഖാലു, നരകത്തിന്റെ പടിക്കൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ തള്ളിയിടേ വേണ്ടു. ആ സമയത്ത് യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ നിഷേധിക്കുകയും കള്ളവാക്കുകയും ഒക്കെ ചെയ്തു പോയല്ലോ നാശമേ, ഞങ്ങൾക്ക് വിശ്വാസികളായി തീരാൻ കഴിഞ്ഞില്ലല്ലോ ഞങ്ങളെ റബ്ബിൽ. നരകത്തിൻ്റെ അവിടെ കിടന്നിട്ട് ആ കാഴ്ചയിൽ മനുഷ്യൻ അങ്ങനെ ബേജാറടിച്ച് പറയാണ്, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വഅത്അന റസൂൽ. നരകത്തിൽ കിടന്ന് അവരുടെ മുഖങ്ങൾ നരകത്തിയിൽ ഇങ്ങനെ തിരിച്ചു മുറിക്കപ്പെടും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതിയപ്പോൾ കുറേ ആയത്തുകൾ കണ്ടതാണ്. ഈ ഖുർആനിലുടനീളം പരലോകത്ത് മനുഷ്യന്മാർ ഇങ്ങനെ കിടന്ന് ബേജാറടിക്കണ കുറേ ആയത്തുകൾ നിരന്തരം ഖുർആനിൽ ഒരുപാട് ആയത്ത് കാണുന്നു. നമ്മളിതൊക്കെ മറന്നിട്ട് നമ്മൾ വേറൊരു ലോകത്ത് അങ്ങനെ ജീവിക്കുക. നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ജുമാക്ക് നമ്മളെ പള്ളിയിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന UM മുഹമ്മദ് അലി സാഹിബ് കഴിഞ്ഞ ജുമാക്ക് വരെ വന്നതാണ് സ്ഥിരം. പെട്ടെന്നാണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തത്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തൊട്ടപ്പുറത്തും ഇതുപോലെ മരക്കടവിലുള്ള അസീസ് എന്ന് പറഞ്ഞ ആളും മരണപ്പെട്ടു. ഇവരൊക്കെ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കണം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ കൂട്ടത്തിൽ പലരും അങ്ങനെയല്ലേ, ഒരാഴ്ച വന്നാൽ പിറ്റത്തെ വെള്ളിയാഴ്ച വരുമ്പോഴേക്കും അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുകയാണ്. പെട്ടെന്നാണ് യാത്ര. അത്രേ ഉള്ളൂ നമ്മൾക്കൊക്കെ ജീവിതത്തിൻ്റെ പല ഘടന. നമ്മൾ ബോധം വരാതെ പോവുകയാണ്. അള്ളാഹു തആല എല്ലാവരും ഒന്നിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ മരിപ്പിക്കണം, മറ്റുള്ളവർക്ക് പാഠം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾക്ക് ഇതിനൊന്നും അവസരമില്ല. കിട്ടിയ ഒരുപാട് അവസരങ്ങളുണ്ട്, അതൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. അവസരങ്ങൾ ഉപയോഗിക്കണ്ടേ? നമുക്ക് ആരോഗ്യമുണ്ട്, അപ്പോൾ ആരോഗ്യം വെച്ചിട്ട് അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ ഇബാദത്ത് ചെയ്തൂടെ? നമുക്ക് സമ്പത്തുണ്ട്, സദഖ കൊടുത്തൂടെ? ഈ പിശാചിൻ്റെ വലയിൽ പെടാതെ അള്ളാഹിനെ അംഗീകരിച്ചുകൊണ്ട് ഈ ജീവിതം നയിക്കുമ്പോൾ മനസ്സിനും സുഖമുണ്ട്, ജീവിതത്തിനും സന്തോഷമുണ്ട്, പരലോകത്തെ നമ്മൾ ജീവിതം ഉറപ്പിക്കാം. ഈ വിശുദ്ധ ഖുർആൻ സത്യമാണെങ്കിൽ, ആ ഖുർആൻ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, എങ്കിൽ ആ ഖുർആൻ അടിക്കടി നമ്മളോട് പറയുന്നു, തെറ്റ് ചെയ്ത മനുഷ്യന്മാർ അവിടെ കിടന്ന് വിലപിച്ച് കാട്ടിക്കൂട്ടണത് ഒരു വല്ലാത്ത പറച്ചിലാണ്. ഒരാളും കൂട്ടിന് സഹായിക്കാനില്ല. ഇവിടെ ഈ തെറ്റൊക്കെ പ്രേരിപ്പിച്ചവരൊക്കെ അവിടെ ശത്രുക്കളാണ്. എന്നിട്ട് അവിടെ കിടന്ന് പറയും, റബ്ബന ആതിഹിം ദുഗ്ഫൈൻ മിനൽ അദാബ്, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ, ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഒരു മനുഷ്യ തുണക്കാനില്ല. സ്വന്തം വാപ്പ പോലും തിരിഞ്ഞു നോക്കൂല, സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അവർക്കൊക്കെ അവരവരെ കാര്യം, വാപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ ഓടിയാകില്ല, അവർക്ക് അവരെ കാര്യം. ഖുർആൻ പറഞ്ഞു, സാധാരണ നമ്മൾ ഒരു ഉമ്മ തൻ്റെ ജീവൻ കൊടുത്താൽ തൻ്റെ മക്കളെ വിട്ടുകൊടുക്കൂല. പക്ഷെ പരലോകത്തെ അവസ്ഥ അല്ലാഹു പറയുന്നത്, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസാഹിബത്തിഹി വഫസീലത്തിഹി അല്ലത്തി ലം തുവി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി. കുറ്റവാളികൾ പരലോകത്ത് ഇങ്ങനെ ആഗ്രഹിച്ചു പോകും, മക്കളാണ് കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെട്ടാലോ. തൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ അള്ളാഹ്ക്ക് പകരം കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിലോ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെ കൊടുത്താലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയാലോ എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന ഇടമാണ് പരലോകം. അതാണ് പരലോകം. ആ പരലോകത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട്
ഉള്ള അവസരത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. എത്ര കുറച്ച്, അതായത് വഅ്മല്ലി ദുനിയാക അന്നക തഈശു അബദ വഅ്മല്ലി ആഖിറതിക അന്നക തമൂതു അദാ. നമ്മളിവിടെ എന്നും ജീവിക്കുന്ന ആൾക്കാരാണെന്ന പോലെ ദുനിയാവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നാളെ ഞാൻ മരിച്ചെങ്കിലോ വിചാരിച്ചിട്ട് മാവ് നടാതിരിക്കണ്ട, നാളെ ഞാൻ മരിച്ചെങ്കിലോ വിചാരിച്ചിട്ട് ചെടി നടാതിരിക്കണ്ട. എന്നും ഇവിടെ ജീവിക്കണ പോലെ ദുനിയാവിൽ ജീവിക്കാം. പക്ഷേ നാളെ ശനിയാഴ്ച എൻ്റെ മരണ ദിവസമാണ്, ഞാൻ മരിക്കണ ദിവസമാണ് എന്ന് നിനക്ക് പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം. നാളെയാണ് എൻ്റെ മരണ ദിവസം എന്നുള്ള എനിക്ക് ഞാൻ നാളെ മരിക്കാനുള്ള ദിവസമാണ്. നാളെയാണ് ഞാൻ മരിച്ചെങ്കിലോ ഇന്ന് ഞാൻ എത്ര ഒരുക്കത്തിൽ നടത്തുന്നോ ആ ഒരുക്കത്തിൽ നമ്മൾ പോകണം. അതുകൊണ്ട് നല്ല പരിശ്രമം പരലോകത്തിന് വേണ്ടി നടത്തണം. നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമ്മളെ ചുറ്റും നിന്ന ആൾക്കാർ ജനിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കരഞ്ഞപ്പോൾ എല്ലാവരും സന്തുഷ്ടരായിരുന്നു. ഉടനെ പറഞ്ഞു കുട്ടി കരഞ്ഞു. സന്തോഷമായി. വലതുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക ളാഹികം മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ, നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ നീ കരഞ്ഞു. അപ്പോൾ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ, ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി ചിരിച്ചു. വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക ളാഹികം മസ്റൂറ, നിൻ്റെ മരണസമയത്ത് നിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിനക്ക് മരിക്കാൻ പാകത്തിൽ നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുക. ആളുകളിങ്ങനെ കരയുമ്പോൾ നമുക്ക് ചിരിച്ച് മരിക്കാൻ പറ്റണം. ശരിക്കും രണ്ട് വ്യത്യസ്ത അവസ്ഥയാണ്. അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മളെ ഭാഗത്തെടുക്കുക. ഇടയ്ക്ക് നമ്മളെ മനസ്സിങ്ങനെ കല്ലുപോലെ ആയിപ്പോകരുത്. അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ തോന്നൽ വരണം. അതാണ് ഞാൻ ഇടയ്ക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ വിഷയങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മുടെ പരീക്ഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷയുടെ വിജയത്തെ നമ്മൾ വിചാരിക്കുക നല്ല സുഖമാണ്, നല്ല തണുപ്പാണ്, നല്ല AC ആണ്, നല്ല അതാണ്, നമ്മളിങ്ങനെ സുഖത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ നാളെ നമ്മളൊരു പരീക്ഷയുടെ റിസൾട്ട് വാങ്ങേണ്ട ആൾക്കാരാണെന്ന ബോധം എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.